ആ തലമുറയ്ക്ക് വേണ്ടി, യുവതലമുറയ്ക്ക് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന അവരെ ആത്മീയപാതയിലേക്ക് കൊണ്ടുവരുവാൻ, സന്മാർഗ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ വളരെയധികം പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി വളരെയധികം ഉത്സാഹിക്കുകയും അവരെ ആത്മീയപാതയിലേക്ക് നയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രവർത്തനമാണ് ICPF എന്ന പ്രസ്ഥാനം. അതിന്റെ ഇടുക്കി ജില്ലയുടെ ഔദ്യോഗികമായി ചുമതല വഹിക്കുന്ന പ്രശാന്ത് സാർ ഇപ്പോൾ ചില സമയങ്ങൾ നമ്മളോട് ദൈവിക സന്ദേശം അറിയിക്കുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട 6 മൈൽ ദേശനിവാസികളെ, ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, ഈ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ സമയം ഈ ദേശത്ത് വന്ന് ഈ പൊതു ഇടത്തിൽ ഇങ്ങനൊരു സന്ദേശം അറിയിക്കുവാൻ ഇങ്ങനൊരു അവസരം ലഭിച്ചതോർത്ത് സന്തോഷിക്കുകയാണ്. ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന പല സമൂഹത്തിന്റെ തിന്മകളെയും തുടച്ചു നീക്കുവാൻ അക്ഷീണം പരിശ്രമിക്കുന്ന ഒരു ഗോസ്പൽ പ്രവർത്തന ടീമാണ് ഈ ദേശത്ത് എത്തിയിരിക്കുന്നത്. ഞങ്ങൾ ഈ സന്ദേശം കേൾക്കുവാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഞങ്ങൾ അല്പനേരത്തേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാകുന്നത് പോലെ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ദേശത്തും വർദ്ധിച്ചു വരുന്നതായ അനേക സാമൂഹിക തിന്മകൾ നമ്മുടെ നാടിനെയും നമ്മുടെ തലമുറയെയും വളരെയധികം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് കാലഘട്ടത്തിൽ വാർത്താ മാധ്യമങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് പോലെ ഒരുപാട് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ ഉപയോഗം നമ്മുടെ സമൂഹത്തിൽ പ്രായഭേദമന്യേ, പ്രത്യേകിച്ച് യൗവനക്കാരുടെ ഇടയിലൊക്കെ അതിന്റെ ഉപയോഗം ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ലാതെ വളരെയധികമായിട്ട് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ നടുവിൽ വളരെ ശക്തമായി നമുക്കതിനെ പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും അതിനെതിരെ ശക്തമായി നമുക്ക് ശബ്ദമുയർത്തുവാനും നമുക്ക് സാധിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മക്കൾ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നു, അതുപോലെ മുതിർന്ന ആളുകൾ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാമൂഹിക തിന്മകൾ ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്നതായി നാം കാണുന്നു. പ്രത്യേകിച്ച് കലാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്കും പറയുവാനായിട്ട് സാധിക്കും, അനേക യൗവനക്കാരായ അനേക ഭാവിയുടെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ട പല പ്രിയപ്പെട്ടവരും ഒരുപാട് ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരുവാനായിട്ടുള്ള കഴിവും വിദ്യാഭ്യാസത്തിന്റെ അവസരങ്ങളും മുൻപിലുണ്ടായിട്ടും ഇത്തരത്തിലുള്ള ലഹരിയുടെ കരങ്ങളിൽ, കരാളഹസ്തങ്ങളിൽ പിടിക്കപ്പെട്ട് ഞെരിഞ്ഞമരുന്ന അനേക യുവത്വങ്ങളെ നേരിൽ കാണുവാനും അവരോട് സംവദിക്കുവാനും സംസാരിക്കുവാനും അവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനും ലഭിക്കുന്ന എളിയ അവസരങ്ങളിൽ അടിയനും സാധിക്കാറുണ്ട്. തീർച്ചയായിട്ടും നാം സമൂഹം ഒന്നാകെ ഈ ഇത്തരത്തിലുള്ള തിന്മപ്രവർത്തികൾക്കെതിരെ ഒരുമിച്ച് നമുക്ക് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഒരു കാലഘട്ടത്തിൽ ഞങ്ങളെ പോലെയുള്ളവരും അത്തരത്തിൽ ചിന്തിക്കുകയും അത്തരത്തിൽ പ്രവർത്തിക്കുവാനായിട്ടൊക്കെ ഇടയായിട്ടുള്ള ആളുകളാണ്. എന്നാൽ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുവാൻ ഞങ്ങളുടെ ജീവിതത്തിന് സാധിച്ചു. അത് എങ്ങനെയാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു മാറ്റം ജീവിതത്തിൽ കൈവന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത്. അനേക ഋഷിവര്യന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ ലോകത്തിൽ എല്ലാ കാര്യങ്ങളും ഒരു നന്മയിലേക്ക്, ഒരു വെളിച്ചത്തിലേക്ക്, ഒരു ജീവനിലേക്ക് നയിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതംഗമയ എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇരുളിൽ നിന്ന് നമ്മളെ വെളിച്ചത്തിലേക്ക് നയിക്കുവാനായിട്ടുള്ള ഒരു പ്രാർത്ഥന, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കപ്പെടുവാനായിട്ടുള്ള പ്രാർത്ഥന, തിന്മയിൽ നിന്ന്
നന്മയിലേക്ക് നയിക്കപ്പെടുവാനായിട്ടുള്ള ഒരു പ്രാർത്ഥന. എങ്ങനെയാണ് ഈ തിന്മയിൽ പെട്ടുകിടക്കുന്ന ആളുകളെ നന്മയിലേക്കും മരണത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ ജീവനിലേക്കും ഇരുളിൽ പെട്ടുകിടക്കുന്ന ആളുകളെ വെളിച്ചത്തിലേക്കും എങ്ങനെ നയിക്കപ്പെടുവാനായിട്ട് സാധിക്കും? അത് ഒരൊറ്റ മാർഗത്തിലൂടെ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ ലോകത്തിൽ തിന്മയുടെ കാഠിന്യം വളരെയധികം സമൂഹത്തെ ആകമാനം ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇരുളിന്റെ അതിന്റെ പ്രവൃത്തികൾ വളരെയധികമായിട്ട് ഈ ലോകത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ പോലെ നിങ്ങൾ ഓരോരുത്തരും വാർത്തകൾ കാണുകയും മനസ്സിലാക്കുകയും അത് വായിക്കുകയും നമ്മുടെ കണ്ണിന് മുമ്പാകെ കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അത് വിശദീകരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ലല്ലോ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യുവാൻ, അതിൽ നിന്നും പൂർണ്ണമായി നാം പുറത്തു വരുവാൻ നമുക്ക് എങ്ങനെ സാധിക്കുമെന്നുള്ളത് മനുഷ്യന്റെ സ്വയമായിട്ടുള്ള കഴിവ് കൊണ്ടോ മനുഷ്യന്റെ സ്വയമായിട്ടുള്ള അധ്വാനങ്ങൾ കൊണ്ടോ മനുഷ്യന്റെ പണത്തിനോ മനുഷ്യന്റെ ആരോഗ്യത്തിനോ മനുഷ്യന്റെ അറിവിനോ മനുഷ്യനുള്ള യാതൊരു കഴിവുകൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമ്പത്തിനോ സർട്ടിഫിക്കറ്റ്സിനോ സൗന്ദര്യത്തിനോ പിടിപാടുകൾക്കോ ഒന്നും മനുഷ്യനെ ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് പൂർണ്ണമായും പുറത്തു കൊണ്ടുവരുവാനായിട്ട് സാധിക്കുന്നതല്ല. നമ്മൾ ഒരുപക്ഷെ വിചാരിക്കും പണമുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുമെന്ന്. പക്ഷേ അത് നമ്മുടെ തെറ്റായിട്ടുള്ള യാഥാർത്ഥ്യം മാത്രമാണ്. നമുക്കൊരു മാരകമായിട്ടുള്ള രോഗം പിടിപെട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ അവസാനത്തെ ക്രിട്ടിക്കൽ സ്റ്റേജില് ഡോക്ടേഴ്സ് വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്: ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി, അഥവാ മെഡിക്കൽ സയൻസിന്റെ കഴിവിന്റെ പരമാവധി ഞങ്ങൾ പരിശ്രമിച്ചുവെങ്കിലും ഞങ്ങൾക്ക് സാധിക്കില്ല ഇനി നിങ്ങളെ രക്ഷപ്പെടുത്താൻ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായ വിശ്വാസപ്രകാരം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുവാനായിട്ട് അവർ പറയും. പ്രിയരെ, ഈ ലോകത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള നന്മകളോ പണമോ ഒന്നും മനുഷ്യന്റെ ജീവനെ പൂർണ്ണമായും ഈ ലോകത്തിൽ പിടിച്ചു നിർത്തുവാനായിട്ട് സാധിക്കുന്നതല്ല. ഈ ഒരു വേള മാത്രയിലൊക്കെ അനേകർ ചിന്തിച്ചിട്ടുണ്ട്, ഈ ലോകത്തിൽ നിന്ന് സമ്പത്ത് കൊണ്ട് എല്ലാം നേടിയെടുക്കാമെന്നൊക്കെ പലരും വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് സാധിച്ചിട്ടില്ല. കാലഘട്ടത്തിൽ ചരിത്രത്തിൽ മൺമറഞ്ഞുപോയ അനേക ആളുകൾ, മഹാനായ അലക്സാണ്ടർ പോലെയുള്ള ആളുകൾ ഈ ലോകത്തെ മുഴുവനായി പിടിച്ചടക്കിയെന്ന് പറഞ്ഞ് വമ്പ് പറഞ്ഞപ്പോഴും അല്ലെങ്കിൽ വീറോടെ അവർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞപ്പോഴും അവരുടെ മരണത്താൽ ശവമഞ്ചത്തിൽ കിടന്നുകൊണ്ട് കരങ്ങൾ നിവർത്തി ഈ ലോകത്തിൽ നിന്ന് ഞങ്ങൾ ഒന്നും കൊണ്ടുപോകുന്നില്ലെന്നുള്ള ആ യാഥാർത്ഥ്യത്തെ വിളിച്ചു പറഞ്ഞിട്ടാണ് അവർ ഈ ലോകത്തിൽ നിന്നെല്ലാം കടന്നുപോയിട്ടുള്ളത്. അങ്ങനെ തന്നെ നാമും ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകേണ്ടവരാണ്. ഇഹലോകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഒന്നും കൊണ്ടുവരുവാനായിട്ട് സാധിക്കുന്നതല്ല എന്നതുപോലെ തന്നെ ഈ ലോകത്തിൽ നിന്ന് മരണം കൊണ്ട് നാം മരിച്ച് മാറ്റപ്പെടുമ്പോഴും ഇഹലോകത്തിൽ നിന്ന് നമുക്ക് ഒന്നും കൊണ്ടുപോകുവാനും കഴിയുന്നതുമല്ല. ആയതുകൊണ്ട് ഈ ലോകത്തിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ നന്മ പ്രവർത്തികളും, ഈ ലോകത്തിൽ നാം എടുക്കുന്ന ചെറുതാകട്ടെ വലുതാകട്ടെ ഓരോ തീരുമാനങ്ങളുമാണ് ഏറ്റവും നമ്മുടെ ജീവിതത്തിന്റെ ഗതിയെ നിർണയിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകലിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന മാന്യരായ ഞങ്ങളുടെ ദേശനിവാസികളോട് ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത്, എങ്ങനെയാണ് മനുഷ്യന്റെ പൂർണ്ണമായ ഒരു മോചനം, അല്ലെങ്കിൽ ലഹരികളിൽ നിന്ന്, സാമൂഹിക തിന്മകളിൽ നിന്ന് നമുക്ക് എങ്ങനെ പൂർണ്ണമായിട്ടും മോചനം പ്രാപിക്കുവാനായിട്ട് സാധിക്കും? നമ്മുടെ ശരീരത്താകമാനം നശിപ്പിക്കുന്ന ലഹരി മാത്രമല്ല, അനേക ക്യാൻസർ പോലുള്ള, ലുക്കീമിയ പോലുള്ള ഹൃദ്രോഗ, കരൾ സംബന്ധമായ, ശ്വാസകോശ സംബന്ധമായ അനേക തിന്മകൾ നമ്മുടെ ശരീരത്തിന് സമ്മാനിക്കുന്ന ഈ ലഹരിയുടെ ഉപയോഗം നാം അവസാനം ഒരു നാമം മാത്രയിലുള്ള ഒരു നിമിഷ നേരത്തേക്കുള്ള ആ സുഖത്തിന് വേണ്ടി, ഒരു നിമിഷ നേരത്തേക്കുള്ള ആ സന്തോഷത്തിന് വേണ്ടി നാം ഉപയോഗിക്കുന്ന ലഹരിയും പാൻമസാലയും മദ്യവും മയക്കുമരുന്നും സിഗരറ്റും കഞ്ചാവുമെല്ലാം നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തെയാണ് അത് ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുന്നെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്.
ഈ ലോകത്തിൽ നിന്ന് നമുക്ക് നൈമിഷികമായിട്ടുള്ള ലഭിക്കുന്ന ഓരോ സുഖവും അവസാനം ഇഞ്ചിഞ്ചായി നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആരോഗ്യത്തെയും നമുക്ക് ലഭിക്കുന്ന ആ സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സുകളെയും നമ്മുടെ കുടുംബത്തോടുകൂടെ നമ്മുടെ കുഞ്ഞുമക്കളോടുകൂടെ നമ്മൾ ചിലവഴിക്കേണ്ടതായ ഓരോ നാണയത്തുട്ടുകളും ഇത്തരത്തിലുള്ള സാമൂഹിക തിന്മകൾ നമ്മുടെ കൈകളിൽ നിന്ന് തട്ടിമാറ്റി കൊണ്ടുപോവുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. പ്രിയരെ, പകലന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന കാശുകൊണ്ട് ആ പൈസ മദ്യഷാപ്പിൽ കൊണ്ടുപോയി കൊടുത്ത് കുടിച്ച് നാലുകാലിൽ വീട്ടിൽ ബോധമില്ലാതെ കടന്നു വന്ന് ഭാര്യയെയും മക്കളെയും ഉപദ്രവിച്ച് അവരുടെ പഠനത്തെ ശല്യപ്പെടുത്തി ഒക്കെ ജീവിതത്തിൽ വഴിമാറ്റുന്ന എത്രയോ അനേകം ജീവിതങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ നേർക്കാഴ്ചകളായിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയരെ, ജീവിതത്തിൽ കുടുംബത്തിൽ തലമുറകൾക്ക് നൽകി കൊടുക്കേണ്ട നന്മകൾ, അവർക്ക് പഠിക്കാനായിട്ട് കൊടുക്കേണ്ട ഫീസ്, അതുപോലെ അവർക്ക് നല്ല ആഹാരം മേടിച്ചു കൊടുക്കേണ്ട പണം, അവർക്ക് ആരോഗ്യവും അവരുടെ ജീവിതത്തിന് വേണ്ടുന്നതായ ഉന്നമനവും നൽകി കൊടുക്കേണ്ട പണമെല്ലാം ഇത്തരത്തിലുള്ള ദൂർത്തിടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വാർത്ത നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയരെ, ഇതുകൊണ്ട് നമുക്ക് എന്താണ് നമുക്ക് നേട്ടമുണ്ടാകുന്നത്? ഇതുകൊണ്ട് എന്താണ് നമുക്ക് പ്രയോജനമുണ്ടാകുന്നത്? സമൂഹത്തിനോ നാടിനോ കുടുംബത്തിനോ തലമുറകൾക്കോ നമ്മുടെ ആരോഗ്യത്തിനോ ഒന്നും നേട്ടങ്ങൾ ഉണ്ടാക്കാത്ത ഇത്തരത്തിലുള്ള പ്രവണതകളെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും തച്ചു നീക്കേണ്ടതല്ലേ എന്ന് നമ്മൾ യാഥാർത്ഥമായിട്ടൊന്ന് ആലോചിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ന് ഈ ലോകത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ പ്രവൃത്തികളെയും സാമൂഹിക തിന്മകൾക്കും എല്ലാം പൂർണ്ണമായ പരിഹാരം നൽകുവാൻ, മനുഷ്യന് ശാശ്വതമായിട്ടുള്ള സമാധാനവും സന്തോഷവും നൽകിത്തരാൻ നമുക്ക് എങ്ങനെ സാധിക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് മദ്യപിക്കുന്ന ഒരാളോട് ചോദിച്ചാൽ അവർ പറയും, ഒരിറ്റു സമാധാനത്തിന് വേണ്ടി, ഒരു നേരത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഞങ്ങൾ ഇങ്ങനെ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ ഉപയോഗിക്കുന്നത്. ജീവിതത്തിൽ ഒരു സമാധാനമില്ല, ഒരു സന്തോഷമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്നത്. കുറച്ചു നേരത്തേക്കെങ്കിലും ഒന്ന് ബോധത്തോടെ ഒന്ന് ജീവിക്കാൻ സാധിക്കുമല്ലോ, അല്ലെങ്കിൽ എന്റെ പ്രയാസങ്ങളൊന്ന് മറക്കാനായിട്ട് സാധിക്കുമല്ലോ എന്നൊക്കെ കരുതിയാണ് പലരും ഇത് ഉപയോഗിക്കുന്നത്. തന്മൂലം എന്താണ് ഉണ്ടാകുന്നത്? ശാശ്വതമായിട്ടുള്ളൊരു സമാധാനമോ സന്തോഷമോ അതിലൂടെ കൈവരിക്കാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം നഷ്ടപ്പെട്ടുപോയ പണത്തെക്കുറിച്ച് ഓർത്തുള്ള ആവലാതിയും ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള കുറ്റബോധവും ആ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടതുപോയ കൊണ്ടുള്ള അസംതൃപ്തിയും അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ ഭരിക്കുകയും അദ്ദേഹം കൂടുതൽ അസന്തുഷ്ടിയിലേക്കും കൂടുതൽ അസമാധാനത്തിലേക്കും കൂടുതൽ ദുഃഖത്തിലേക്കും അദ്ദേഹത്തിന്റെ ജീവിതം വഴിമാറുകയാണ്. എന്നാൽ എവിടെയാണ് നമുക്ക് പൂർണ്ണമായി ഇത്തരത്തിൽ ഒരു മോചനം നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയുക? വിശുദ്ധ ബൈബിൾ പറയുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. പിന്നെയും നമ്മൾ അടിമനുഖത്തിൽ കടന്നു പോകരുത് എന്ന് വചനം നമ്മളോട് പറയുകയാണ്. ഈ ലോകത്തിന് നൽകിത്തരുവാനായിട്ട് സമാധാനം നൽകിത്തരുവാൻ, സന്തോഷം നൽകിത്തരുവാൻ, ഈ ലോകത്തിന്റെ നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിന്റെ പൂർണ്ണമായ അർത്ഥം നൽകിത്തരുവാനായിട്ട് ഒരൊറ്റ വ്യക്തി കാലഘട്ടത്തെ AD എന്നും BC എന്നും രണ്ടായി തരംതിരിച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഏതു മനുഷ്യന്റെയും ഏതു കൊടുമ്പാപിയെയും അവന്റെ ജീവിതത്തിൽ നിത്യമായ സമാധാനവും സന്തോഷവും പാപത്തിൽ നിന്നുള്ള മോചനവും നിത്യമായ ജീവിതവും അവന് വാഗ്ദത്തവും സ്വർഗവും എല്ലാം നൽകി തരുവാൻ ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിന് പൂർണ്ണമായ അർത്ഥതലങ്ങൾ ഉണ്ടാക്കുവാൻ, ജീവിതത്തിന് പൂർണ്ണമായ ആ നിറവും എല്ലാ ആ ഉദ്ദേശവും അവന് വേണ്ടുന്നതായ എല്ലാ നന്മകൾ നൽകി തരുവാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ഈ ലോകം തരുന്നത് പോലെയല്ല. മദ്യമോ മയക്കുമരുന്നോ സിഗരറ്റോ പുകയിലയോ ഹാൻസോ പാൻപരാഗോ മറ്റുള്ള ലഹരി വസ്തുക്കളോ നൽകിത്തരാൻ കഴിയാത്ത നിത്യമായ സമാധാനം നൽകി തരുവാൻ കഴിയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമാണ് എന്നിന്ന് പകലിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. ഈ ലോകത്തിൽ വർദ്ധിച്ചു വരുന്നതായ എല്ലാ തിന്മകളുടെയും ആ ഉറവിടത്തെ പൂർണ്ണമായും തുടച്ചു നീക്കുവാൻ കഴിയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമാണ്. അവിടുന്ന് പറഞ്ഞു, ഞാൻ ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്നു.
തമസിൽ നിന്ന് എന്നെ ജ്യോതിസിലേക്ക് നയിക്കണമേ എന്നുള്ള പ്രാർത്ഥനയുടെ മറുപടിയായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ഇരുളിൽ പ്രകാശിക്കുന്ന നിത്യ വെളിച്ചമായി, ഈ ലോകത്തിന്റെ വെളിച്ചമായി കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. മാത്രമല്ല, നമ്മളെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കണമേ. മൃത്യോമ അമൃതം ഗമയ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കണമേ എന്നുള്ള പ്രാർത്ഥനയിൽ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ കൂടെ അല്ലാതെ ആർക്കും ആ നിത്യ പിതാവിന്റെ അടുക്കിലേക്ക്, നിത്യ ജീവനിലേക്ക് കടക്കുവാനായിട്ട് കഴിയുന്നതല്ല. ഒരു മനുഷ്യനെ ജീവിതത്തെ മുഴുവൻ മുച്ചൂടും മുടിക്കുന്ന, അവനെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന മരണത്തിന്റെ ആ കരാളകഷ്ടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനും മരണത്തിനപ്പുറമായ നിത്യമായ ജീവനിലേക്ക് കൊണ്ടുവരുവാനും ഒരൊറ്റ വ്യക്തിക്ക് സാധിക്കുള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമാണ്. അവിടുന്ന് യാഥാർത്ഥ്യമായി ഇന്നും നിലനിൽക്കുകയാണ്. ചരിത്രങ്ങളെല്ലാം പഠിക്കുമ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ള ഒരുപാട് തെളിവുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടുന്ന് ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയിൽ മരിച്ചു അടക്കപ്പെട്ട് 3 നാൾ കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇതെല്ലാം ചരിത്രത്തിന്റെ താളുകളിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊരു മിഥ്യയല്ല, കെട്ടുകഥകളല്ല, ഇതൊരു ഐതിഹ്യമല്ല. നമ്മൾ മനസ്സിലാക്കണം, മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഇഹലോകത്തിലേക്ക്, ഈ താണഭൂമിയിലേക്ക്, സ്വർലോക മഹിമകളെല്ലാം വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് മനുഷ്യന് സ്വയമായി അവന്റെ പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാത്തത് കൊണ്ട് ഈ ഒരു പാപവും ചെയ്യാതെ, ഒരു തെറ്റും ചെയ്യാതെ യേശുവിനെ ആ വിസ്തരിച്ച കോടതിയെല്ലാം, അവിടുത്തെ ജഡ്ജിമാരെല്ലാവരും മാറി മാറി പറഞ്ഞു, ഞങ്ങൾ ഇവരിൽ ഒരു കുറ്റവും കാണുന്നില്ല. എന്നിട്ടും പ്രിയ സുഹൃത്തെ, എന്തുകൊണ്ട് യേശുക്രിസ്തു മരിച്ചെന്ന് ചോദിക്കുമ്പോൾ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന ഓരോ പാപത്തിന്റെയും പരിഹാരത്തിന് വേണ്ടി യേശുക്രിസ്തു കാൽവരിയിൽ നമുക്ക് പകരമായി മരിക്കുകയായിരുന്നു. ആ യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയിലൂടെ നമുക്ക് ലഭ്യമായിട്ടുള്ള, നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ. ആ യേശുക്രിസ്തു എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് മരിച്ചതെന്നും ആ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ആ പവിത്രമായി അവന്റെ ജീവിതത്തെ പരിപാവനമായി പരിശുദ്ധമായി മാറ്റുവാനായി യേശുക്രിസ്തുവിന്റെ ആ വിശ്വാസത്തിലൂടെ, യേശുക്രിസ്തുവിലൂടെ വിശ്വാസത്താൽ നമുക്ക് കൈവരിക്കുവാനായിട്ട് കഴിയും. പ്രിയരെ, എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പൂർണ്ണമായിട്ടുള്ള ഒരു പവിത്രമായ ഒരു ജീവിതം നേടിയെടുക്കുവാൻ, ഒരു പരിശുദ്ധമായ ജീവിതം, അർത്ഥപൂർണമായ ഒരു ജീവിതം നേടിയെടുക്കുവാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. മദ്യത്തിനോ മയക്കുമരുന്നിനോ അസാൻമാർഗിക ജീവിതത്തിനോ ഒന്നും നൽകി തരുവാൻ കഴിയാത്ത നിത്യമായ സമാധാനവും ശാന്തിയും സന്തോഷവും കൈവരിക്കുവാൻ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ സാധിക്കും. എന്റെ ചെറുപ്രായത്തിൽ, എന്റെ യൗവന കാലഘട്ടത്തിൽ തന്നെ അത് കണ്ടെത്തുവാൻ കഴിഞ്ഞതുകൊണ്ടാണ് എന്റെ ജീവിതത്തിന്റെ അർത്ഥതലങ്ങൾ മാറിയത്. എന്റെ പിതാവ് ഒരു പൂർണ്ണമായ ഒരു മദ്യപാനിയായിട്ടുള്ള ഒരാളായിരുന്നു. എന്റെ സമൂഹത്തിൽ, ആ ദേശത്തിലൊക്കെ ഒരു അറിയപ്പെടുന്ന ഒരു മദ്യപാനിയായിരുന്നു എന്റെ പിതാവ്. എന്നാൽ ആ അവസ്ഥകളെല്ലാം മാറ്റി, ഞങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥകളെല്ലാം മാറ്റി, എന്റെ പിതാവിനെ പോലെ ഒരു മദ്യപാനിയായി മാറാതെ മദ്യപാനത്തിൽ പെട്ടുകിടക്കുന്ന അനേക ജീവിതങ്ങളെയും അനേക യൗവനക്കാരെയും അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനായിട്ട് എനിക്ക് ഇടയായി വന്നത് യേശുക്രിസ്തുവിനെ ഈ യൗവന കാലഘട്ടത്തിൽ അറിയുവാൻ സാധിച്ചതുകൊണ്ടാണ് എന്ന് എനിക്ക് സധൈര്യം പറയുവാൻ കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു നാളേക്കായി നമുക്ക് പരിശ്രമിക്കാം. ഈ ദേശത്തിന്റെ നന്മയ്ക്കായി നമുക്ക് പ്രവർത്തിക്കാം. അതോടൊപ്പം തന്നെ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ആ ദൈവ മക്കളായി തീർന്ന് പവിത്രവും